സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. അതായത് ഇത് നല്ല വെയിലാട്ടോ, മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമെന്നാണ് തോന്നണത്. രാവിലെ തന്നെ ഉടനെ ഇറങ്ങിക്കട്ടോ, മഞ്ഞ സൂര്യൻ മുഖത്തേക്ക് അടിക്കുന്നു. അപ്പം നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ സുഫിമോനെ മദ്രസക്കാക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞോൾ റെഡിയാക്കി. അപ്പാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ പെരയിൽ അപ്പാണ്. സിയാമോ നീച്ചിക്കണോ, അവൻ എന്തൊക്കെയാണ് വിച്ചുമ്പോയി പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ നല്ല ചൂട് ചട്നിയും അപ്പവും കഴിച്ചുകൊണ്ട് നേരെ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സുഹൃത്തുക്കളെ, സിയാമോനോട് ചാറ്റും പറഞ്ഞ് ഞങ്ങൾ നേരെ 7 മണിയായിട്ടോ മദ്രസയിലേക്ക് വിട്ടു. അങ്ങനെ സുഫിമോനെ മദ്രസയിൽ ഇറക്കി ഞാൻ നേരെ പാർക്ക് വിട്ടു. ഇന്നത്തെ കൈനീട്ടെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കനിയാട്ടോ, എന്താവുന്നാവും. അപ്പോൾ 8:30 മണിയായി ഏകദേശം. ട്രെയിൻ 8:30 ട്രെയിന് പോയിട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. എന്താ പറയുക, ഇതുവരെ വേറെ ഓട്ടം പിന്നെ കിട്ടിയിട്ടില്ല. കുറച്ച് നേരം അവിടെ പോസ്റ്റ് ചെയ്യണേ. അങ്ങനെ കുഴപ്പമില്ലാത്തൊരു കൈനീട്ടം 30 റുപ്യ, 100 കേട്ടോ. അത് കഴിഞ്ഞാണ്ട് തിരിച്ച് നേരെ താഴെ പാർക്കിലേക്ക് പോരാണ്. മേലെ പാർക്കിൽ നമ്മളെ സ്വന്തം ആൾക്കാർ എന്തൊക്കെയാണ് പറയേണ്ടത് എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ താഴെ പാർക്കിലെത്തി. ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു റേഷൻ പിടിക്ക് ഒരു ട്രിപ്പ് കിട്ടി. അതിന് പെരയ്ക്ക് മീനൊന്നുമില്ല ഉച്ചക്ക് കൂട്ടാൻ. അപ്പോൾ നല്ല കണമീൻ ഉണ്ടായിന്, ആവും വാങ്ങിക്കാണ്ട് നേരെ പെരയ്ക്ക് ഇട്ടു. പെരയത്ത് പക്ക പൈൻ്റ് അടിച്ചാനയക്കണം. മഴ ചെയ്തിട്ടേ ഞാൻ കായ ഉണ്ടാക്കാനുള്ള പഠിച്ചോനെ. അങ്ങനെ പെരയിലെത്തി. ജഗതിൻ്റെ പഴയ മൂവി ഉണ്ടായിരുന്നു, അത് കണ്ട് കുറച്ച് നേരം കുത്തിരുന്നു. ഇവിടെ ഒരാൾ ഹാർമോണിയത്തിൽ മുകളിൽ കുത്തിരിക്കുക. സുഫിമോൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഓൻ വരുമ്പോൾ എൻ്റെ കഥ വെച്ചെന്ന് തോന്നുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും നേരെ പാർക്കിലേക്ക് തന്നെ വിട്ടുട്ടോ. ഏകദേശം 10:15 സമയവും ദിവസവും പോണത് ഒന്നും അറിയണില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ. അങ്ങനെ കുഴപ്പമില്ലാത്ത 3-4 ഓട്ടങ്ങൾ പിന്നെയും കിട്ടി. റേഷൻ പീടിയ കേട്ടോ, വേറെ ഏതോ റേഷൻ പീടിയ. അങ്ങനെ ഇത് നമ്മൾ സ്വന്തം ജനാർദ്ദേട്ടൻ. പിന്നെ ഒരു പെപ്സും ലൈമും കുടിച്ചു. ഉച്ചയ്ക്ക് നല്ല ക്ഷീണം. ഉച്ചയായിട്ടില്ല, ഏകദേശം 12 രൂപ. അതങ്ങനെ എന്താ പറയുക, ഒരു 1:15 വരെ ഓടിക്കാണ്ട് ഞാൻ നേരെ പെരയിക്കിട്ടു. എന്തിന്, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം. അപ്പോൾ നല്ല കണമീനും നല്ല വെള്ളരിക്ക കറിയും ഒക്കെ കൂട്ടി നല്ല ചോറ് കഴിച്ച് അവിടെ ഇരുന്നു. നമ്മളെ താമരശ്ശേരി ചുരം വെള്ളാനങ്ങൾ നാട് സിനിമ ഉണ്ടായിരുന്നു. അതും കണ്ട് കുറച്ച് നേരം കുത്തിരുന്ന് ചെങ്ങനെ അവിടെ ഇങ്ങനെ ചെറിച്ചും കളിച്ചിരുന്ന്. പെരൻ്റെ വേക്കിൽ ഇമ്മ മുരിങ്ങാത്തായി കുഴിച്ചിട്ടിന്. അത് ആരോ പറിച്ചിട്ടു. ഞാൻ ഏതായാലും വേറെ സ്ഥലത്ത് കുഴിച്ചിട്ടു, അല്ലെങ്കിൽ ഇമ്മയെ വരുമ്പോൾ ആട്ടിയടിക്കും. അപ്പോൾ എന്താ പറയുക, അങ്ങനെ വീണ്ടും 4:30 മണിയായി. ഞാൻ നേരെ പാർക്കിലേക്ക് വിട്ടു. പാർക്കിലെത്തിയപ്പോൾ പെരും ബ്ലോക്ക് നിങ്ങളോട് പറയാം. അപ്പോൾ എന്താ സംഭവം, ഗേറ്റ് അടിച്ചിട്ടാണ്. അങ്ങനെ ഏകദേശം വൈകുന്നേരം ഇങ്ങനെ വരുന്നത്. പെരും മഴ പെയ്യുന്നുണ്ട്. ലോഡിങ്ങർക്ക് മഴ ഒന്നൊരു പ്രശ്നമല്ല, ഒരു ആസ്വദിച്ചാൽ പണിയെടുക്കണത്. അങ്ങനെ നിങ്ങളോട് പറയാം ഏകദേശം 6:25 അപ്പോൾ പിന്നെ സാധാരണ വീട് പോയിക്കൊണ്ട് ഒരു ബ്രെഡും ഒരു ചായയും കഴിച്ചു. അങ്ങനെ ഏകദേശം വണ്ടിയിൽ എണ്ണ അടിച്ച് കണ്ട് വീണ്ടും കുറേ നേരം ഓടി. എന്താ പറയുക, പെരിന്തൽമണ്ണങ്ങാടി മാറിയ പെരും തിരക്കാണ് നമ്മളെ റോഡ് എപ്പോഴും. അങ്ങനെ ഏകദേശം ഓടി 9:15 വരെ ഓടിക്കാണ് ഞാൻ നേരെ പെരയ്ക്ക് വിട്ടു. പെരയ്ക്ക് വന്നപ്പോൾ സിയമോനെ എന്നത്തെയും പോലെ എന്നും നമ്മൾ വരുന്നത് കാത്തിരിക്കുക. നിങ്ങളോട് പറയാം, ഓനക്കെല്ലാം മുട്ടായി കിട്ടി. ഓൻ നേരെ കാക്കുന് കൊടുക്കട്ടെ കാരണം ഉള്ളിൽ പോയി. എന്താ പറയുക, മക്കളെ നമ്മൾ വരുന്നതും നമ്മൾ കാത്തിരിങ്ങനെ ഇരിക്കണം. ആ ഒരു സംഭവം അതിലേറെ എനിക്ക് മനോഹരമായിട്ട് വേറെ ഒന്നും തോന്നിയിട്ടില്ല സുഹൃത്തുക്കളെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.